വെൽക്കം ടു ലെജൻസ്. നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഡിസൈൻ ഇതാട്ടോ, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ്. അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം അതിന് ആ ഒരു വർക്ക് ഭയങ്കര ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ കളേഴ്സ് നല്ല കളേഴ്സ് ആട്ടോ. അപ്പൊ ഇത് വരുന്നത് ഒരു എന്താ പറയുക, ഗോൾഡൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ ഇതുപോലെ വരും. അപ്പൊ ഇത് മെറ്റീരിയലാണെങ്കിലും കൂടിയ ഫാബ്രിക് ആണ്, ഒരു സിൽക്കി ആയിട്ട് ഫ്ലോ ആയിട്ട് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ നല്ല ഹെവി ബീഡ്സ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത്രയും ഭാഗത്താണ്, ഈ യോക്കിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നത്. പിന്നെ ദുപ്പട്ടയും നല്ല ഫാബ്രിക് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫുള്ള് ഇതുപോലെ ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. അതും നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത്. താഴത്തെ ബോർഡറിൽ ഇതുപോലെ ലേസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മെയിൻ ആയിട്ട് കുറച്ച് നല്ല ഷെയ്ഡ്സ് ആണ് വന്നേക്കുന്നത്. ഫുൾ വീൽ ഇങ്ങനെ വരും. ബോട്ടം വരുന്നത് സെയിം കളർ സാറ്റിൻ സിൽക്കിൽ തന്നെ നല്ല കൂടിയ മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ നമ്പർ വരുന്നത് F258, റേറ്റ് 1690, 1690. ഇതിൽ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ബോട്ടിൽ ഗ്രീനിന്റെ ഷെയ്ഡാണ്. സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാം ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ മെറ്റീരിയൽ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ, നല്ലതായിട്ട് ലെങ്ത് ആയിട്ട് തയ്ക്കാൻ കിട്ടും. ദുപ്പട്ടയും നല്ല ഭംഗിയായിട്ടുള്ള ഐറ്റമാണ്. ഇതുപോലെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. ഇതും നമുക്ക് ഇടുമ്പോഴത്തന്നെ അതിന്റെ ഒരു കംഫർട്ടബിൾ നമുക്ക് അത് കിട്ടും. കാരണം ആ ഒരു റേറ്റ് കൂടിയ ഫാബ്രിക്കിൻ്റെതായ ഒരു ലുക്ക് എന്തായാലും അതിനുണ്ട്. കട്ട് ബീഡ്സിന്റെ ഡിസൈൻ ആണെങ്കിലും അത്ര ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് F260, റേറ്റ് 1690, 1690. നമുക്ക് അടുത്ത് വരുന്നത് അടിപൊളി വൈൻ ഷെയ്ഡാ കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു വർക്കിന്റെ എടുപ്പ് കൂടുതലാട്ടോ. അതിനൊരു വെക്കുമ്പോൾ തന്നെ നമുക്കൊരു മുഖത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ പ്രത്യേകിച്ച് വീനെക്കിന്റെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വെട്ടാം കേട്ടോ. ഇതിങ്ങനെ ആ ഒരു ഡിസൈൻ അങ്ങനെ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെട്ടാം. പിന്നെ ദുപ്പട്ട സെയിം തന്നെയാണ്, ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ ഇതിന്റെ നമ്പർ വരുന്നത് F259, റേറ്റ് 1690. ഇതിലെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ബ്രൗണിന്റെ ഷെയ്ഡാട്ടോ. ഇത് നല്ല വെറൈറ്റി കളറാണ്. നമുക്ക് ആ ഒരു എല്ലാം ചേരുന്ന ഷെയ്ഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് വെറൈറ്റി ഒരു പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ആണെന്ന് ഭയങ്കര കൂടുതലൊന്നും പറയാനില്ല. നമുക്കൊരു ഫംഗ്ഷൻ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാട്ടോ ഇത്. ഇതിന്റെ ദുപ്പട്ടയ്ക്കതും ഇതേപോലെ വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്പർ വരുന്നത് F256, റേറ്റ് സെയിം തന്നെ 1690. ഇങ്ങനത്തെ ലാസ്റ്റ് കളർ ഇതാട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. ഭയങ്കര റെഡ് അല്ല കേട്ടോ, ഇതിന്റെ അകത്ത് കുറച്ചൊരു ബ്രൈറ്റ്നെസ് കൂടുതലുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിന്റെ കളേഴ്സ് ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ വരുന്നത്. ഡിസൈൻ സെയിം തന്നെയാണ് കേട്ടോ. ഇതുപോലെ അയ്യോക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടും. ഈ ഒരു പാറ്റേണിനും ഒരു പ്രത്യേക ഭംഗി കൂടുതലുണ്ട് കേട്ടോ. ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ഫ്ലോ ആയിട്ട് നല്ല ഫാബ്രിക് ആട്ടോ. ഇതിനും 2.5 നമുക്ക് ലെങ്ത് കിട്ടും. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഇതുകൊണ്ടാണ്, കാരണം ആ ഒരു ഫ്ലോ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കറക്റ്റ് എനിക്ക് വെച്ച് കാണിക്കാൻ പറ്റാതെ. നമ്മൾ ആ തയ്ച്ചിടുമ്പം അതിന്റെ ഭംഗി അങ്ങനെ കിട്ടും. പിന്നെ ദുപ്പട്ടയാണെങ്കിലും നല്ല മെറ്റീരിയലാണ്. ഇതുപോലെയാണ് ദുപ്പട്ട ഡിസൈൻ വരുന്നത്. ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ടോൺ ആട്ടോ, ഒരു റെഡിന്റെ തന്നെ കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡ്. പിന്നെ നമ്പർ വരുന്നത് F257, റേറ്റ് 1690, 1690.